Dear students, welcome to Learner's World. In this video, I am going to talk about solved textual questions and activities. Part 3, The Toilet by Gesine Malope. Unit 2, Winds of Change. And I studied English, new textbook, Kerala syllabus. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെറ്റ്സ് റീകോൾ ആൻഡ് റിക്രിയേറ്റ്. ഇനി 3 ക്വസ്റ്റ്യൻസാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഇമെയിൽ തയ്യാറാക്കാനാണ്. ഗസീന മലോപ്പിനെ നമ്മൾ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ അച്ചീവ്മെൻറ്റിൽ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇമെയിൽ തയ്യാറാക്കാനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു റൈറ്റപ്പാണ്, ഒരു പാരഗ്രാഫ് എഴുതാനാണ്. അതായത് ദ പെയിൻ യു ഫീൽ ടുഡേ ഈസ് എ സ്ട്രെങ്ത് യു ഹാവ് ടുമോറോ. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വേദന നാളേക്കുള്ള നമ്മളുടെ ശക്തിയാണ് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അത് ഗസീന മലോപ്പിൻ്റെ ലൈഫിൽ എത്രത്തോളം സത്യമായിട്ടുണ്ട്, ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്റ്റോറിയുമായിട്ട് ബേസ് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു കോൺവെർസേഷനാണ്. ഗസീന മലോപ്പും അവരുടെ സിസ്റ്ററും തമ്മിലുള്ള കോൺവെർസേഷനാണ്. ആ ഒരു ഡോഗ് സിസ്റ്ററിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരു സമയത്ത് അവരനുഭവിച്ചിട്ടുള്ള എക്സ്പീരിയൻസസാണ് ഈ ഒരു കോൺവെർസേഷനിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യു വിഷ് ടു സെൻഡ് ആൻ ഇമെയിൽ ടു മലോപ്പ്, ദ ഓതർ ഓഫ് ദ ടോയ്ലറ്റ്, കൺഗ്രാജുലേറ്റിംഗ് ഹെർ ഓൺ ഹെർ അച്ചീവ്മെൻറ്റ്സ്, ഡ്രാഫ്റ്റ് ദ ഇമെയിൽ. അതായത് നിങ്ങൾ ഗസീന മലോപ്പിന് ഒരു ഇമെയിൽ തയ്യാറാക്കുകയാണ്, ഇമെയിൽ എഴുതുകയാണ്. അപ്പോൾ ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ആ ഒരു സ്റ്റോറിയിലുള്ള അവരുടെ അച്ചീവ്മെൻറ്റിനെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇമെയിൽ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ഒരു ഇമെയിൽ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇമെയിൽ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്താണ് നമ്മുടെ സബ്ജക്റ്റ്. കൺഗ്രാജുലേഷൻസ് ഓർ യുവർ അച്ചീവ്മെൻറ്റ്. മലോപ്പിനെ നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്, അതാണ് നമ്മുടെ സബ്ജക്റ്റായിട്ട് വരുന്നത്. ഡിയർ ഗസീന മലോപ്പ്, കൺഗ്രാജുലേഷൻസ് ഓർ യുവർ അച്ചീവ്മെൻറ്റ്സ്. ഐ എം സോ ഹാപ്പി ടു സീ ദാറ്റ് യുവർ ഹാർഡ് വർക്ക് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ഹാവ് ബീൻ റെക്കഗ്നൈസ്ഡ്. അപ്പോൾ മലോപ്പിനെ ഒന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്, നിങ്ങളുടെ നേട്ടങ്ങളെ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഞാൻ വളരെയധികം സന്തോഷവാനാണ് നിങ്ങളുടെ ഈ ഒരു ഹാർഡ് വർക്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു നേട്ടത്തിന്. നിങ്ങളുടെ ഹാർഡ് വർക്ക് റെക്കഗ്നൈസ് ചെയ്തു, ആളുകൾ തിരിച്ചറിഞ്ഞു, അതിലാണ് നിങ്ങൾക്ക് ഈ ഒരു അച്ചീവ്മെൻ്റ് ഉള്ളത്. I recently read your story, The Toilet, and I was really touched by it. Your way of presentation is good. ഞാനിപ്പോൾ നിങ്ങളുടെ ഈ ഒരു സ്റ്റോറി ടോയ്ലറ്റ് വായിച്ച സമയത്ത് വളരെയധികം ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു കഥ പ്രസൻറ്റ് ചെയ്യുന്ന രൂപം, അവതരിപ്പിക്കുന്ന രൂപം വളരെ നല്ലതാണ്. യുവർ സ്റ്റോറി റിവീൽസ് യുവർ ടാലൻറ്റ് ആസ് എ റൈറ്റർ. നിങ്ങളുടെ ഒരു സ്റ്റോറി ഞാൻ റീഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളൊരു ആസ് എ റൈറ്റർ എന്നുള്ള ഒരു നിലക്ക് നിങ്ങളുടെ ടാലൻറ്റ് അതിൽ വെളിപ്പെടുത്തുന്നുണ്ട്. The struggles and strength of the protagonist of the story really connected with the many people. പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കഥയിലെ കേന്ദ്ര കഥാപാത്രം ഒരുപാട് ആളുകളെ അവരുടെ ആ കേന്ദ്ര കഥാപാത്രം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവരതിലൂടെ നേടിയെടുത്ത അവരെ ഒരു കരിയർ ആസ് എ റൈറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള കരിയർ, അതൊക്കെ ഒരുപാട് ആളുകളെ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ആ ഒരു സ്ട്രഗിൾ കണക്റ്റഡ് ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ ഷെയറിങ് യുവർ ടാലൻറ്റ്സ് വിത്ത് ദ വേൾഡ് ആൻഡ് മേക്കിംഗ് ദ ലിറ്റററി വേൾഡ് റിച്ചർ വിത്ത് യുവർ യൂണിക് വ്യൂ. ഐ വാണ്ടഡ് ടു സേ ബിഗ് കൺഗ്രാറ്റുലേഷൻസ് ഓർ യുവർ അച്ചീവ്മെൻറ്റ്സ്. Best wishes, name. Next, the pain you feel today is the strength you have tomorrow. How far is this true of Malop's life? Attempt to write upon how our personal struggle shape our future in the light of your reading of The Toilet. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. The pain you feel today is the strength you have tomorrow. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു പെയിൻ, ആ ഒരു വേദന എന്ന് പറയുന്നത് നാളേക്കുള്ള നിങ്ങളുടെ സ്ട്രെങ്ത്താണ്, നാളേക്കുള്ള നിങ്ങളുടെ ശക്തിയാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഗസീന മലോപ്പിൻ്റെ ലൈഫുമായിട്ട് എത്രത്തോളം ശരിയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിനെക്കുറിച്ചിട്ടൊരു റൈറ്റപ്പ്, ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ നമ്മുടെ സ്ട്രഗിൾസ്, നമ്മുടെ ലൈഫിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്ട്രഗിൾസ്, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഫ്യൂച്ചറിലൊരു
പ്രകാശമായി മാറുന്നത് അല്ലെങ്കിൽ സ്ട്രെങ്തായി മാറുന്നത് എങ്ങനെയാണ്? ഈ ഒരു സ്റ്റോറി വായിച്ചതിന് ശേഷം അതിൻ്റെ ബേസിലാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. The pain you feel today is the strength you have tomorrow. This statement is true based on Malop ലൈഫ്. അപ്പോൾ ഗസീന മലോപ്പിൻ്റെ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെയധികം സത്യമാണ്. ഇൻ ദ സ്റ്റോറി ദ ടോയ്ലറ്റ് ഗസീന മലോപ്പ് എക്സ്പ്ലോർ പേഴ്സണൽ സ്ട്രഗിൾസ് ഓഫൺ ഷേപ്പ് അവർ ഫ്യൂച്ചർ. അപ്പോൾ ഈ ഒരു സ്റ്റോറി ടോയ്ലറ്റിൽ നമ്മുടെ റൈറ്റർ പറയുന്നുണ്ട് പേഴ്സണൽ സ്ട്രഗിൾസ് എത്രത്തോളം അവരുടെ ഫ്യൂച്ചറിനെ ബ്രൈറ്റ് ആക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. മലോപ്പ് ഷെയർസ് ഹെർ tough times and how they helped her grow stronger. അതുപോലെ മെലോപ്പ് ഈ ഒരു സ്റ്റോറിയിലൂടെ നമ്മളോട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത് അവരുടെ ബുദ്ധിമുട്ടേറിയ സമയങ്ങൾ എങ്ങനെയാണ് അവർക്ക് ശക്തിയായി വളരാൻ അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആഫ്റ്റർ ഫിനിഷിംഗ് her exam, മെലോപ്പ് moved to Johannesburg and stayed with her sister who worked as a domestic worker. അപ്പോൾ അവരുടെ മെട്രിക് എക്സാം കഴിഞ്ഞതിന് ശേഷം മെലോപ്പ് എന്ത് ചെയ്തു? സിസ്റ്ററിൻ്റെ അടുത്തേക്ക് ജോഹൻസ്ബർഗിലേക്ക് പോയി അവിടെ നല്ലൊരു കരിയർ ബിൽഡപ്പ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പോയത്. She had to stay hidden in a small room all day feeling isolated and lonely. പക്ഷെ അവിടെ എത്തിയപ്പോൾ അവൾക്ക് വളരെയധികം സ്ട്രഗിൾസ് ആയിരുന്നു. അതായത് ഒരു ഒറ്റ മുറിയിൽ അടച്ചിട്ട് ആരും കാണാതെ ഇരിക്കേണ്ട ഒരവസ്ഥയായിരുന്നു. ഒരുപാട് ലോൺലിനെസ്, ഏകാന്തത അവൾ അനുഭവിച്ചിരുന്നു. സാഡ്നെസ് ഉണ്ടായിരുന്നു. മറ്റുള്ള വൈറ്റ് പീപ്പിൾ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ വൈറ്റ് പീപ്പിൾ എണീക്കുന്നതിന് മുമ്പേ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ല തണുപ്പായിരിക്കും. ആ തണുപ്പിലാണ് അവൾ പോകുന്നത്. അതുപോലെ വൈറ്റ് പീപ്പിൾ സപ്പർ കഴിക്കുന്ന സമയത്താണ് അവൾ വീണ്ടും തിരിച്ചു വരുന്നത്. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ അവൾ അനുഭവിച്ചിട്ടുണ്ട്. മെലോപ്സ് ടേണിംഗ് പോയിൻറ്റ് കെയിം വെൻ ഷീ ഡിസ്കവേർഡ് എ പബ്ലിക് ടോയ്ലറ്റ് ഇൻ എ പാർക്ക് വേർ ഷീ കുഡ് റൈറ്റ് ഇൻ ഏർലി മോർണിംഗ്സ്. ഈ ഒരു സ്ട്രഗിളിൽ നിന്ന് അവളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു പബ്ലിക് ടോയ്ലറ്റാണ്. ഈ പബ്ലിക് ടോയ്ലറ്റിൽ പോയിട്ടാണ് അവൾ എഴുതുന്നതും വായിക്കുന്നതും ഡേ ഡ്രീം കാണുന്നതൊക്കെ ഈ പബ്ലിക് ടോയ്ലറ്റിലാണ്. ദ ടോയ്ലറ്റ് സിംബലൈസസ് ഹൗ ഷീ ടേൺ ഹെർ പെയിൻ ആൻഡ് ലോൺലിനെസ് ഇൻ ദി സോഴ്സ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഇതിൽ ടോയ്ലറ്റ് സിംബലൈസ് ചെയ്യുന്നത് അവളുടെ ആ ഒരു പെയിൻ, അവളുടെ ആ ഒരു സ്ട്രഗിൾ, ഒരു സ്ട്രെങ്ത് ആൻഡ് ക്രിയേറ്റിവിറ്റി, അവൾക്കൊരു ശക്തിയായിട്ട് മാറിയത് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് മാറിയതൊക്കെ ഈ ഒരു ടോയ്ലറ്റിലൂടെയാണ്. ടോയ്ലറ്റ് അതിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. ദ സ്റ്റോറി ടീച്ചേഴ്സ് ദാറ്റ് ദ ഡിഫിക്കൽട്ടീസ് വി ഫേസ് ടുഡേ ക്യാൻ മേക്ക് എ സ്ട്രോങ്ങർ ടുമോറോ. അപ്പോൾ ഈ ഒരു സ്റ്റോറി നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെ ഇന്ന് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, വേദനകൾ നമുക്ക് നാളേക്കുള്ള ഒരു സ്ട്രെങ്ത്താണ്, നാളേക്കുള്ളൊരു ശക്തിയാണെന്നാണ് പറയുന്നത്. ഇൻ അവർ ഓൺ ലീവ്സ് വി ക്യാൻ ലേൺ ഫ്രം എ ലവ് സ്റ്റോറി. ദ ചലഞ്ചസ് വി എൻകൗണ്ടർ ക്യാൻ ഷേപ്പ് അവർ ക്യാരക്ടർ ആൻഡ് ഡ്രൈവ് us ടു ഡിസ്കവർ അവർ ടാലൻസ്. അപ്പം മെലോപ്പിൻ്റെ സ്റ്റോറി നമ്മളെല്ലാവർക്കും ഇൻസ്പയർഡാണ്. മെലോപ്പിൻ്റെ സ്റ്റോറി പോലെ തന്നെയാണ് നമ്മളുടെ ലൈഫും. നമ്മുടെ ലൈഫ് എടുത്തു കഴിഞ്ഞാലും ഇന്ന് അനുഭവിക്കുന്ന വേദനകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നാളേക്ക് നമുക്ക് നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചറാണ് നൽകുന്നത്. ഓക്കെ. Next, Melope has a conversation with her sister on the horrifying experience of her encounter with the dogs. Write the likely conversation. ഇനി ഒരു കോൺവെർസേഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡയലോഗ്സ് ബിറ്റ്വീൻ മെലോപ്പ് ആൻഡ് സിസ്റ്റർ. അതായത് ഒരു സംഭാഷണം. മെലോപ്പിന് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ടു ഡോഗ്സ് അവൾ അറ്റാക്ക് ചെയ്തു. അപ്പോൾ അത് സിസ്റ്ററിനോട് വിവരിച്ചു കൊടുക്കുന്ന ഒരു കോൺവെർസേഷൻ, ഒരു സംഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സിസ്റ്റർ, വാട്ട് ഹാപ്പൻ ടു ദ മെലോപ്പ്? ഇന്നെന്താണ് എനിക്ക് സംഭവിച്ചത്? അപ്പോൾ മെലോപ്പ് പറയാണ്, ഐ വാസ് റീഡിങ് ഔട്ട് സൈഡ്, ടു ഡോഗ്സ് സോ മീ, ദേ സ്റ്റാർട്ടഡ് വാക്കിംഗ് ആൻഡ് വുഡൻറ്റ് സ്റ്റോപ്പ്. ഞാൻ പുറത്തിരുന്ന് ഇങ്ങനെ വായിക്കുമായിരുന്നു. ആ സമയത്താണ് 2 ഡോഗുകൾ വന്നിട്ട് എന്നെ അറ്റാക്ക് ചെയ്യുന്നത്. അവർ എന്നെ കണ്ടതും അവർ കുരക്കാൻ തുടങ്ങി. എനിക്ക് അവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറ്റിയില്ല. സിസ്റ്റർ, ഹോ ഗോഡ്, ദേ കം ക്ലോസ് ടു യു. എൻ്റെ ദൈവമേ, അവർ നിൻ്റെ അടുത്ത് വന്നോ? മെലോപ്പ്, യെസ്, ദേ വർ ഗോയിങ് ടു ബൈറ്റ് മീ. അവരെന്നെ കടിക്കാൻ വന്നു. സിസ്റ്റർ, വാട്ട് ഡിഡ് യു ഡു? നീ എന്താ ചെയ്തത്? മെലോപ്പ്, ഐ കുഡൻറ്റ് മൂവ്, ഐ സ്റ്റേഡ് സ്റ്റിൽ. ദ മാഡം കെയിം ഔട്ട് ആൻഡ് കോൾഡ് യുവർ നെയിം. വെൻ ഷീ സോ മീ ഷീ ടോൾഡ് മീ ടു ലീവ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അവിടെ നിന്ന് മൂവ് ചെയ്യാതെ അതുപോലെ ഒരു പ്രതിമ പോലെ അവിടെ തന്നെ നിന്നു. പക്ഷേ മാഡം പുറത്തേക്ക് വന്നിട്ട് നിൻ്റെ പേരാണ് വിളിച്ചത്. ഐറീൻ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് മാഡം എന്നെ കാണുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ നിന്ന് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു.
സിസ്റ്റർ ഡിഡ് ഷീ സേ എനിത്തിങ് എൽസ്? അവർ വേറെ എന്തെങ്കിലും പറഞ്ഞോ? ബലോ ഷീ ആസ്ക്ഡ് വൈ ഐ വാസ് ദർ. ഐ ടോൾഡ് ഹർ ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു. എന്നോട് ചോദിച്ചു ഞാൻ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ സിസ്റ്ററിനെ വെയിറ്റ് ചെയ്യുകയാണെന്ന്. സിസ്റ്റർ താങ്ക് ഗോഡ് വി നീഡ് ടു ബി മോർ കെയർഫുൾ. ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം മുലാപ്പ് പറയാണ് ഷുവർ